ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു നടൻ ടിനി ടോം, അദ്ദേഹവുമായാണ് ഇന്ന് നമ്മുടെ ഇൻ്റർവ്യൂ. അയച്ചേട്ടാ, ടിനി ടോം ആ പേരിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, ഒരു പുതുമയുണ്ട്. ലൈക്ക് എന്താ പറയുക, നമ്മൾ പെട്ടെന്നൊന്നും കേൾക്കാത്തൊരു പേരല്ലേ ശരിക്കും ടിനി ടോം എന്നുള്ള പറഞ്ഞത്. എങ്ങനെയാന്ന് ചേട്ടാ? എപ്പോഴും കേൾക്കുന്ന പേരാണ്, മണിയടിക്കുന്ന സൗണ്ടാണ് ടിങ് ടോം. ശരിക്കും എൻ്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് ദേവസി എന്നാണ്. ദേവസി, സിനിമാ താരം ദേവസി എന്നൊക്കെ പറഞ്ഞു ഇത്തിരി അല്ലേ സുഖമില്ലാത്ത. പക്ഷെ എനിക്കിഷ്ടമുള്ള പേര് തന്നെയാണ് ഡേവിഡ് എന്നാണ് ശരിക്കും പള്ളിയിലുള്ള പേര്. ടിനി ടോം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരിട്ടത് ടൈനി എന്നാണ് ഇട്ടത്. ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടുകാർ ടൈനി, പക്ഷെ ഇതുപോലെ മുള പോലെ ഇങ്ങനെ നീളം വെക്കുമെന്ന് വിചാരിച്ചു അതങ്ങ് നീണ്ടുപോയി. ചെറുത് അങ്ങ് വലുതാവും. ആദ്യ കാലഘട്ടത്തിൽ പക്രുവിനും എന്നെയും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരുന്നു. കാരണം ടൈനി എന്ന് പറഞ്ഞ പുള്ളിയാണല്ലോ, അത് ടൈനി. പക്രു എന്ന് പറഞ്ഞാൽ നല്ല ഇതല്ല, അപ്പൊ എന്നെ പക്രു എന്നും അവനാണ് ടൈനി എന്നുള്ള രീതിയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സാവകാശം അതൊക്കെ മാറി. പക്ഷെ എപ്പോഴും പേരുകൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാറുണ്ടെങ്കിലും അത് മാറ്റാതിരിക്കുന്നതാണ് അതിൻ്റെതായ ഐഡന്റിറ്റി. ചിലർ ഒരു റിമി ടോമിയുടെ ആരെങ്കിലാണെന്ന് ചോദിക്കും. ടിനി ടോം ശരിക്കും എൻ്റെ ഫാദറിന്റെ ഒരു ടോമി എന്നാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ശ്രീലങ്ക എയർപോർട്ടിൽ വെക്കുമ്പോൾ ഭാര്യ ഇതേ ദുബായിൽ വെക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര്? എൻ്റെ ഭാര്യ. അപ്പോൾ റിമി ടോമി. ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ പല രസകരങ്ങളായ സംഭവങ്ങൾ ഈ പേരിലുണ്ടായിട്ടുണ്ട്. ഈ പേര് മര്യാദ ഉച്ചരിക്കുന്നത് തന്നെ ചുരുക്കമാണ്. അപ്പോൾ പക്ഷെ ആ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിനൊരു വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ടിനി ടോം ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് 2 പള്ളിയിലച്ചന്മാര് ചെറായിൽ ഒരു വീട്ടിൽ, ചെറായിന്ന് ഇരിങ്ങാലക്കുടയിലായിരിക്കാണ്. 2 പള്ളിയിലച്ചന്മാർ ഓടിയെത്തി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ കണ്ടിട്ട് എവിടെ ആളെവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് തന്നെയാണ്. അയ്യോ, ഞങ്ങൾ വിചാരിച്ചാൽ പാടുന്ന കുട്ടിയാണ്. അപ്പൊ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തേക്ക്, അവരും മുഖമൊക്കെ മാറിയിട്ട് അയ്യോ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടിയാണ് വന്നത്, പുള്ളീനെയല്ല. അപ്പൊ എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തേക്ക്. അപ്പൊ ഈ പേരുകൊണ്ട് പല രസകരങ്ങളായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. റിമി ടോം അറിഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? റിമി ടോമിന്റെ ഇതുപോലെ നേരെ തിരിച്ചു ചോദിക്കാറുണ്ട്, ആങ്ങളെയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ്. പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ആഷിക കപൂർ കാര്യം ചെയ്തു. 5 സുന്ദരികൾ എന്ന പടത്തിൽ ഞങ്ങളെ ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചു. ഈ സാമ്യം തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഞങ്ങള് റിമി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, അതിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ട്. മിമിക്രിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ടിനി ചേട്ടാ? ലൈക്ക് കാരണം ഒത്തിരി മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മളുടെ ഇടയിൽ, പക്ഷെ ആരും തന്നെ പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒത്തിരി ആർട്ടിസ്റ്റ് ടിനി ചേട്ടൻ കുറെ വർഷങ്ങളെടുത്തു. ബട്ട് അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു നിരാശ? അല്ല, ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നിട്ടില്ല. ഞാൻ കൂടുതലും അതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, അതുപോലുള്ള കോൺഫറൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഡെവലപ്പായി. പിന്നെ നമുക്ക് വായനകളും വിദ്യാഭ്യാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോളേജ്, മഹാരാജാസ് കോളേജിലാണ് BA കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോയി പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതിന് പ്രൈസ് കിട്ടി. അങ്ങനെ പുറത്തുനിന്നൊരു ട്രൂപ്പ് ഒന്ന് വിളിച്ചു. അപ്പോൾ വെറുതെ പോയിട്ട് സ്റ്റേജിൽ 10-300 രൂപ കിട്ടി. ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അത് പിന്തുടർന്നു. പിന്നെ ഗൾഫിൽ പോകുമ്പോൾ കാശ് കൂടുന്നു, അംഗങ്ങൾ 0ന്റെ എണ്ണം കൂടി വരുന്നു. അപ്പോഴും ഞാൻ ജീവിതത്തിൽ 0 തീരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം 0 ബാങ്ക് ബാലൻസിൽ ജീവിതം തുടങ്ങിയാണ് ഞാൻ. വിവാഹം കഴിക്കുമ്പോൾ പോലും ഞാൻ മുകേഷ് ഏട്ടനെ വിളിച്ചു ചോദിച്ചു, കല്യാണമാണ് വരണമെന്ന് പറഞ്ഞപ്പോൾ മുകേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പെണ്ണിന്റെ വീട്ടുകാർ നിന്നെ കുറിച്ച് അന്വേഷിക്കാതെ ഒരു എടുത്തുചാട്ടമായിരുന്നല്ലേ നീ. കാരണം നമ്മളെ കുറിച്ച് അന്വേഷണമൊന്നുമില്ല. പക്ഷെ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവമാണ്. ഞാൻ പുണ്യാളെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ, നേരെ ചൊവ്വേ ജീവിക്കുന്ന ഒരാൾ. നമുക്ക് ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കലാകാരന്മാർക്ക്. അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ എയിമിലെത്തുക എന്നുള്ള ലക്ഷ്യമായിട്ട് നീങ്ങുന്ന ഒരാൾ. പക്ഷെ ആ ഒരു വിശ്വാസം, അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ, ആ വിശ്വാസം മുറുകെ പിടിച്ചു ഹാർഡ് വർക്ക് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടം വരേക്ക് എത്തി. വീട്ടിലെങ്ങനെയായിരുന്നു ചേട്ടാ ആദ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എഡ്യൂക്കേഷന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഫാമിലി ആയിരുന്നു. എൻ്റെ ഫാദർ എഞ്ചിനീയറാണ്, സിസ്റ്റർ ഡോക്ടറാണ്. സിസ്റ്ററിന് വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ വക്കീലാണ്. അമ്മ പഴയ BA കാരിയാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ BA പ്രൊഫഷണലായിട്ട് LLB ഞാൻ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം ആ ഒരു റൂട്ടിൽ വരണം തന്നെയാണ്. കാരണം ഇപ്പോഴും പുള്ളി വലിയ താല്പര്യമൊന്നുമില്ല എന്ത് എന്നുള്ള രീതിയിൽ ഇപ്പോഴും. അതങ്ങനെ ഇരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വക്കീലാവണമെന്നാണ് പുള്ളി ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ജഡ്ജായി, മിമിക്രിക്കാരെ തൂക്കിലൊക്കെ വിധിക്കുന്ന കോമഡി പ്രോഗ്രാമിലൊക്കെ ജഡ്ജായി മാറി. അതെ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു ഫീൽഡായിരിക്കണം എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കുറ്റബോധമായിരിക്കും, നമ്മൾ നിരാശയായിരിക്കും. ചിലപ്പോൾ കലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. വീട്ടിൽ ദാരിദ്ര്യമുള്ളതുകൊണ്ടല്ല, കലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോഴും ഞാനത് എൻജോയ് ചെയ്തു. ഒരു ദിവസം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഒരു കാലചക്രം, ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, അത് പൂർത്തിയാവുകയുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെട്ടപ്പോൾ, ഇപ്പോൾ കല്യാണമാണെങ്കിലും മരണാവശ്യമാണെങ്കിലും ആദ്യം എന്നെ വിളിച്ച് അറിയിക്കും. മെസ്സേജെങ്കിലും എൻ്റെ ഫാദർ മരിച്ചു പോയി പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അതിൽ സന്തോഷമുണ്ട്.
ഓക്കെ ചേട്ടാ, അതിനുശേഷം ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യത്തെ പടം, അതിനെക്കുറിച്ചൊന്ന് ഓർക്കാം. ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ശരിക്കും മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ പടമാണ്. ശരിക്കും ക്യാമറേനെ ഫേസ് ചെയ്യുന്നത്, ക്യാരക്ടറൊന്നുമല്ല, അതിൽ മെയിൻ മിമിക്രി ഒരു ടീമുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി സാധാരണ ചാൻസ് അന്വേഷിച്ച് കാലിൽ തേഞ്ഞെന്നൊക്കെ പറയാറുണ്ട്. ഇത് പുറത്ത് തയമ്പ് എന്ന് പറയും എൻ്റെ മുഖത്ത്. കാരണം ഹോട്ടലിൽ റൂം തന്നിട്ട് കിടന്ന് ഒരു ദിവസം വർക്കില്ല, കിടപ്പോട് കിടപ്പ് തന്നെ. എൻ്റെ കൂടെയുള്ളവർ കിടക്കണതാണ്, കാരണം ചാൻസ് വരുന്നില്ല. കിടന്ന് മുതുകത്ത് തയമ്പ്, ഭക്ഷണം വരിക കഴിക്കുക, ഇത് തന്നെ പരിപാടി. ലാസ്റ്റ് ഒരു ദിവസം ചാൻസ് വന്ന് നമ്മൾ ചെയ്തു. അങ്ങനെ ആദ്യമായിട്ടൊരു ക്യാമറ ഫേസ് ചെയ്തു. MD സുകുമാരനായിരുന്ന ക്യാമറ, ബാലുഗിരി ഡയറക്ടർ. പിന്നെ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിൽ നടപ്പായിരുന്നു, മറ്റേതിൽ കിടപ്പായിരുന്നെങ്കിൽ. ഇതെന്താന്ന് ഞാൻ രാജൻ പി ദേവാണ് മെയിൻ വില്ലൻ, അദ്ദേഹത്തിന്റെ അനിയനായിട്ട് ഞാൻ വരും. ഞങ്ങൾ 2-3 പേരുണ്ട്. ശശി അയ്യഞ്ചിറ എന്ന് പറഞ്ഞ ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പുള്ളി അന്ന് നടക്കണം. എല്ലാവരും എവിടെ നടന്നെത്താൻ വേണ്ടിയുള്ള ഇതാണ്. ഞാൻ ഇപ്പുറത്ത് നടക്കുന്നു, ഞങ്ങൾ ഈ നടപ്പ് തന്നെ. ഈ അടുത്ത് മമ്മൂക്ക ഈ പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അതിലെന്ത് കഥാപാത്രം ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനെ നടക്കും, ഇനി വാതുറക്കൊന്നുമില്ല, ഇങ്ങനെ നടക്കും. പിന്നീട് പട്ടാളം എന്ന ലാൽ ജോസ് ചിത്രത്തിലാണ് ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്തത്. അതിനുശേഷം ഇതുപോലെ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ ബ്രേക്ക് ആവുന്നത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ ചിത്രമാണ്. പിന്നീടാണ് സിനിമ സീരിയസ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഓക്കെ, ലൈക്ക് ഇപ്പോൾ പൊതുവെ നമ്മൾ ധാരണയുണ്ട്, ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. അതായത് മിമിക്രി ആർട്ടിസ്റ്റിന് സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും അവർ ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ? ഇപ്പോൾ ടിനി ചേട്ടൻ്റെ കേസിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. മിമിക്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു അംഗീകരിച്ച കല ആയിട്ടല്ല, ഒരു പുച്ഛത്തോടു കൂടിയാണ് പലരും ജീവികളൊക്കെ കാണുന്നത്. പക്ഷെ ഇതൊരു ഒബ്സർവേഷൻ്റെ ഭാഗമാണ്. കാരണം ഈ കളരിപ്പയറ്റ് ചെയ്യും, ഓട്ടൻതുള്ളലിനും കഥകളിക്കും മുൻപ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയാണ് ബോഡി. അപ്പോൾ ഈ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൊത്തം ഫ്ലെക്സിബിൾ ആവും ബോഡി. ഒരു ആക്ടർ എന്ന നിലയിൽ മിമിക്രി ചെയ്ത് കഴിയുമ്പോൾ, കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ ചളിപ്പും വെളിപ്പൊക്കെ തീരും. പിന്നെ സ്റ്റേജിൽ കയറിയുന്ന കുറേ പൂവലൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് വരുമ്പോഴും ഈ മിമിക്രിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. അത് പിന്നെ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം പിന്നെ നമ്മൾ ക്യാരക്ടറായിട്ട് മാറുന്നു. മിമിക്രിയെ മറന്ന് നമ്മളൊരു പുതിയ കഥാപാത്രം. കാരണം മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. മിമിക് എന്ന് പറഞ്ഞ ബയോളജിയിലാണ് ഒരു പേരുള്ളത്, വൺ ഹൂ ഇമിറ്റേറ്റ്സ് അതേഴ്സ്. അതായത് ഈ ചില സസ്യങ്ങൾ ചില പ്രാണികളിൽ നിന്നും രക്ഷ നേടാൻ പ്രാണികളുടെ രൂപം പ്രാപിക്കുന്നു. അവർ ഇമിറ്റേറ്റ് ചെയ്യണത്. അതുമാത്രമേ ഒരു വേർഡുള്ളൂ ഇതിൻ്റെ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ. പിന്നെ മിമിക്രി വളർത്തി വലുതാക്കിയ നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണ്. ശരിക്കും വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്നാണ് പറയുന്നത്. മറ്റാൾ ഒറ്റയ്ക്ക് എന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ ഒബാമയൊക്കെ അനുകരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, സ്റ്റാൻഡപ്പ് കോമഡിയാണ്. പിന്നെ ബോംബെയിൽ എത്തുമ്പോഴേക്കും കുറച്ച് നമ്മുടെ ജോണി വോക്കർ കോമഡി സർക്കസ്, ഇപ്പൊ കപിൽ എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നത്, അവരൊക്കെ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ആണ്. ഇവർ ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുന്നത് വളരെ വിരളമായിട്ട് കണ്ടിട്ടുള്ളൂ. കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും സിദ്ദിഖ് ലാൽ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മിമിക്സ് പരേഡാക്കി. അത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണത്. അവർ സൃഷ്ടിച്ച ഒരു കോമഡിക്ക് വേണ്ടി മാത്രം 1.5-2 മണിക്കൂർ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ചിരിപ്പിക്കുക. 5 പേർ അടങ്ങുന്ന ഒരു സംഘമാണ് അന്നൊരു സിനിമ പോലെ, സിനിമയേക്കാൾ ഫാസ്റ്റായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ വേറൊരു അംഗീകരിക്കപ്പെടുന്ന ഒരു കലാരൂപമായി മാറിയാൽ. ഇപ്പോഴും ബോളിവുഡിലും വിറ്റഴിക്കുന്നത് അവരുണ്ടാക്കിയ കോമഡികളും. അതിനാണ് അവരുടെ സ്വീകാര്യത ഏറിയിരിക്കുന്നത്. അതിനി ഹോളിവുഡിലും സ്വീകരിക്കപ്പെടും. കാരണം അത്രയും ഹ്യൂമറാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യത്തെ നല്ല റോൾ പട്ടാളത്തിലാന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ അസോസിയേഷൻ നമ്മുടെ മമ്മൂക്കയുടെ കൂടെയും പിന്നെ ലാൽ ജോസിന്റെ കൂടെയും ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഞങ്ങളൊരു ദുബായ് ഷോ പോകുമ്പോഴാണ് ലാൽ ജോസ് സാറ്, ഞങ്ങൾ 3 പേരുണ്ട്, ഞാനുണ്ടായി, പക്രുണ്ടായി, ഉണ്ണി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് 3 പേർക്ക് ഓരോ പടത്തിൽ വരെ ചാൻസ് തരും എന്ന് പറഞ്ഞു. പക്രുവിന് മീശമാധവനിലാണ് വേഷം കൊടുത്തത്, അത് നല്ല ഹിറ്റായി. പട്ടാളത്തിൽ എനിക്ക് വേഷം തന്നു, ഉണ്ണിക്ക് ചാന്തുപൊട്ടിൽ വേഷം കൊടുത്തു, അത് വാക്ക് പാലിച്ചു. അന്ന് അവിടെ ശരിക്കും മിമിക്രിക്കാരനായിട്ടാണ് ചെന്നത്. പക്ഷേ അവിടെ കൂടുതൽ അഭിനയിക്കുന്നത് മിലിറ്ററിക്കാരായിരുന്നു. മിമിക്രി കൂടി കുറച്ച് അക്ഷരങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പം അന്ന് നമ്മളെ ട്രെയിൻ ചെയ്യിക്കാൻ വന്നത് മേജർ രവിയാണ്. അന്ന് അദ്ദേഹം ഡയറക്ടറായിട്ടില്ല. വന്ന ഉടനെ തന്നെ യുവർ ചെസ്റ്റ് അപ്പ് സ്ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പഠിപ്പിക്കുകയാണ്. അപ്പോൾ സെല്യൂട്ട് ചെയ്യാൻ നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കൈ ഇവിടെ ഇരിക്കും കാലം ഇവിടെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമയിൽ പറയുന്ന 3-4-5 ഇംഗ്ലീഷ് തെറികൾ നമ്മളൊന്ന് കേട്ട്, ട്രക്കിൽ ഓടി കയറുക, അവിടെ നിന്ന് തോക്കെടുത്ത് ഓടി വരിക, വെടിവെക്ക്. ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ ഞാൻ തന്നെ ഓർക്കുകയാണ്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഈ ദുരിതം, ഈ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ വന്നത്. അപ്പം മുഴുവൻ ട്രെയിനിങ്
ട്രക്കിൽ ഇങ്ങനെ ഓടിച്ച് അടി കയറണം. ഇത് പിന്നെ കറക്റ്റ് ഒന്ന് സല്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ പരേഡ് ട്രെയിനിങ്. മറ്റേത് നമ്മുടെ കൈ ഇങ്ങനെ പോകുമ്പോൾ കാലിങ്ങനെ പോകും, ഒന്നും കറക്റ്റ് അല്ല. ലാസ്റ്റ് ഞാൻ ലാൽ ജോസാന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ അടുത്തൊന്ന് പറഞ്ഞു ഞാൻ മിലിറ്ററി അല്ല എന്ന് പറയാൻ പറഞ്ഞു. ബാക്കിയെല്ലാം മിലിറ്ററിയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്, റിട്ടയർഡ് ആൾക്കാരാണ്. അവർക്ക് എളുപ്പമാണ്. അവർ 13 years സർവീസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാനുണ്ട്, പിന്നെ ജോജു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുലിയിൽ ലാൽ ജോസിന്റെ പടത്തിൽ അഭിനയിച്ചത്. അപ്പോൾ അതിൽ നല്ല കോമഡി ആയിട്ട് ചെയ്തിരുന്നത് ഞാൻ, പുള്ളിയുണ്ട്, പിന്നെ പ്രൊഡ്യൂസറിന്റെ അനിയനുണ്ട്. ഞങ്ങൾ 3 പേരും വെറും പോത്തുകളാണ് അതിൻ്റെ ഇടയിൽ, ഒരു രക്ഷയില്ല. യാസി എന്ന് പറഞ്ഞ് ലാൽ ജോസ് എന്ന് മേജർ എടുത്തത് ഇത് ടിനി ടോം മിമിക്രിയാണ്, മിലിറ്ററി അല്ല എന്ന് പറഞ്ഞു. ഇവിടെ പുള്ളിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് പട്ടാളത്തിൽ. അതിൽ ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. മറയൂർ എന്ന് പറഞ്ഞാൽ 40 ദിവസം ക്യാമ്പ് തന്നെയായിരുന്നു. വെയിറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാ വെയിറ്റും ലോസ് ആയി പോയി. നമ്മളൊന്നും അല്ല എന്നുള്ള മനസ്സിലായി. പട്ടാൾക്കാരോടൊപ്പം തന്നെയുള്ള ജീവിതം കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലോ ഇവര് ജീവിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. കാരണം ടെന്റിൽ തന്നെ ആയിരുന്നു ഉച്ചക്കൊക്കെ കിടക്കുന്നത്. രാത്രി ഇതുപോലെ തന്നെ ഒരു ക്യാമ്പ് പോലെ തന്നെയാണ്. എല്ലാം പട്ടാൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറയുക. അത് ഭയങ്കര ഒരു ട്രെയിനിങ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മമ്മൂക്ക ഒരു അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു ഇമേജ് അവിടെ നിൽക്കും. ബിജുമേനൻ ഏറ്റവും കൂടുതൽ. ബിജുമേനൻ എങ്ങനെയാണോ അന്ന് പെരുമാറിയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത്. വ്യത്യാസങ്ങൾ വരാത്ത തറവാടിയായ ഒരു നടനായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം മമ്മൂക്കയായിട്ടുള്ള ഒരു അസോസിയേഷൻ, കാരണം ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പല സിനിമകളും മമ്മൂക്കയുടെ കൂടെ, മമ്മൂക്കയുടെ ഡ്യൂപ്പായിട്ടും പല ഇതിലും ചെയ്തിട്ടുണ്ട് ചേട്ടാ. അതിനെ കുറിച്ചൊന്ന് പറയാം. ഈ പട്ടാളത്തിൽ ഞാൻ ചെയ്യുമ്പോൾ മമ്മൂക്കൊക്കെ എന്നെ അറിയാമായിരുന്നു. കാരണം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നത്. അപ്പം മമ്മൂക്ക അതിൻ്റെ അകത്ത് വെണ്ണക്കല്ലിൽ നിന്നെ ഒരു പാട്ടുണ്ട്. ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വന്ന് നോക്കിക്കണുണ്ട്. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ നോക്കി തന്നെ മമ്മൂക്കയുടെ ഡാൻസ് ചെയ്യണത്. എന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ മാറിയപ്പോൾ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താന്ന് പറഞ്ഞാല് പുള്ളി എന്നെ ഫോളോ ചെയ്തിട്ട് പറഞ്ഞ് നിനക്ക് എനിക്കിട്ട് പണി തരാൻ വേണ്ടി നോക്കിയേക്കണേ, മനസ്സിലായി എന്ന് പറഞ്ഞ്. അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് പല വേദികളിലും ഞാൻ അദ്ദേഹത്തിനെ അനുകരിച്ചു, അപമാനിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്തോ സാമ്യം പെർഫെക്റ്റ് ആയിട്ട് തോന്നിച്ചു. ഒരിക്കലും ഇപ്പൊ എന്നെ അല്ലെങ്കിൽ അനുകരിക്കുക, അപമാനിക്കുക, അല്ലെങ്കിൽ കളിയാക്കി ചെയ്യുന്ന ഒരാളോട് എനിക്ക് ദേഷ്യം തോന്നുള്ളൂ. പുള്ളി സ്നേഹമാണ് കാണിച്ചത്, അല്ലെങ്കിൽ ഞാൻ സിനിമയെ പറ്റില്ല. പിന്നീട് അദ്ദേഹം ഇതുപോലെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അണ്ണൻ തമ്പി എന്ന പറയുന്ന ചിത്രത്തിൽ അതിൽ രണ്ട് ക്യാരക്ടേഴ്സാണ്. അങ്ങനെ വന്നപ്പോൾ അൻവർ റഷീദിനോട് പറഞ്ഞു. അൻവർ റഷീദ് എൻ്റെ ഓടൊപ്പം ഞങ്ങൾ മാരേജ് കോളേജിൻ്റെ ജൂനിയറാണ്. അപ്പം അൻവർ എന്നെ വിളിച്ചിട്ട് ചാൻസ് തരുന്നില്ല ഡൂപ്പായിട്ട്. അപ്പം കുഴപ്പമില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഏത് വഴി ഇതിൽ കയറണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പം മമ്മൂക്കയുടെ അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് മനസ്സിലാക്കുന്നു, ഇതാണല്ലോ സ്ക്രീനിൽ എഫക്റ്റ് ആവുന്നത്. അതൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. അതിനുശേഷം അണ്ണൻ തമ്മിക്ക് ശേഷം പട്ടണത്തിൽ ഭൂതം വന്നു, പാലേരി മാണിക്യം വന്നു. പാലേരി മാണിക്യത്തിലാണ് രഞ്ജിയേട്ടനെ പരിചയപ്പെടുന്നത്, ക്ലോസ് ആവുന്നത്. അതിന് മുമ്പ് അറിയാമായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ ഒന്നും വെറുതെ മിസ്യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നിരാശ ഉണ്ടാവും മനസ്സിൽ, കാരണം എൻ്റെ മുഖം വരുന്നില്ലല്ലോ, എൻ്റെ ശരീരമുള്ള വരുന്നത്. ഇപ്പോഴും ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ബോഡി കാണുമ്പോൾ ഞാൻ ഓർക്കും ഞാനാണല്ലോ. അതും മമ്മൂക്കയുടെ ഡൂപ്പല്ലേ, ശരിയാ, ഇന്ദ്രൻസിന്റെ ഡൂപ്പല്ലോ. ഇന്ദ്രൻസ് വൃത്തിയുടെ രൂപമൊന്നല്ല ഉദ്ദേശിച്ചത്. മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മൾ ഐക്കൺ, ഫാഷൻ ഐക്കൺ, അല്ലെങ്കിൽ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു നിഴലെങ്കിലും ആയി മാറാൻ സാധിക്കുക, അല്ലെങ്കിൽ അതുപോലെ സാമ്യം ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് ആണ്. രഞ്ജിത്ത് ഏട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ, ഡയറക്ടർ രഞ്ജിത്ത് ഏട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഇതൊക്കെ? ലൈക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈസി രഞ്ജിയേട്ടനായിട്ട് പറയും. പലരും പേടിയും ഭയവും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയവും പേടിയും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ പലരും പേടിക്കുന്ന ഒരു അതെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. പുള്ളി എന്ത് പറഞ്ഞാലും ഇന്ന ക്യാരക്ടറാന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം ഏത് ക്യാരക്ടർ പറയുമ്പോഴും എനിക്കും പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റും ഈ എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പോൾ ഏതിപ്പോൾ പ്രാഞ്ചിയേട്ടനിലെ ക്യാരക്ടറാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രൂപ്പിലെ ക്യാരക്ടറാണെങ്കിലും എല്ലാം ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു ജീവനുണ്ടാവും. ഇപ്പോൾ കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന ചിത്രത്തിൽ ഒരു ഒറ്റയ്ക്ക് ചാനൽ നടത്തുന്ന ഒരാളായിട്ടാണ്. അദ്ദേഹം തന്നെ ക്യാമറ ചെയ്യും, അദ്ദേഹം തന്നെ ന്യൂസ് വായിക്കും, അദ്ദേഹം തന്നെ എല്ലാം ചെയ്യുന്നത്. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. കാരണം അതിനൊരു ലൈഫുണ്ട്. അപ്പോൾ അത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. ഇപ്പം രഞ്ജിയുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നതും ഞാൻ ചെയ്യുകയും അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിവ് ആൻഡ് ടേക്ക് ആക്ടിങ്ങിലാണെന്ന് പറയണം. പക്ഷേ ഡയറക്ടറായിട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് ഞാൻ നടക്കുന്നത് അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഫ്രീഡം അവിടെ ഉണ്ട്, ഒരു ഏരിയ എനിക്ക് കിട്ടും. ചില ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് ഓവറാക്കാൻ പറയും. അപ്പോൾ എനിക്ക് തന്നെ അത് നാച്ചുറൽ അല്ലല്ലോ എന്നൊരു തോന്നൽ തോന്നാറുണ്ട്. അത് നമ്മുടെ ആക്ടിങ്ങിനെയും ബാധിക്കും. ആർട്ടിഫിഷ്യാലിറ്റി വരും, കുറച്ച് ആർട്ടിഫിഷ്യലും. രഞ്ജിയേട്ടൻ കുറച്ചും കൂടി നാച്ചുറലാണ്. ഇന്ത്യൻ ഗ്രൂപ്പിലായിരുന്നല്ലോ ടിനി ചേട്ടൻ്റെ കംപ്ലീറ്റ് ഒരു മേക്ക് ഓവർ ചേഞ്ച് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയത്. കാരണം പലരും നല്ലൊരു അഭിപ്രായം പറഞ്ഞത് ആ സിനിമയിലൂടെയായിരുന്നു. ആ സിനിമയിലൊരു എക്സ്പീരിയൻസ് അത് ശരിക്കും 40 days കോഴിക്കോട് തന്നെയായിരുന്നു. അതുപോലത്തെ സ്ഥലത്ത് നമ്മൾ നിൽക്കുകയും ആ ഒരു ഇതിലേക്ക് ഇഴുകി ചേർന്നു.
പിന്നെ പൃഥ്വിരാജായിട്ട് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്ത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരു ബ്രദറാണ് പറയുന്നത്. അത്ര നല്ല സിങ്കായിരുന്നു. സിങ്കായിരുന്നു. അപ്പൊ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ രാജു ഇതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ കണ്ടതിൽ പുതിയ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫയർ കാണുന്ന ഒരു ആക്ടറാണ്. അന്നല്ല അതിനു മുൻപ് എനിക്കറിയായിരുന്നു. പക്ഷേ രാജുവായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതിയിരുന്നു. അതേപോലെ വർക്കിംഗ് വിത്ത് വൺ ഓഫ് ദ ഏജ് ഡയറക്ടേഴ്സ് ഷാജി കൈലാസ്, അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ഇതെല്ലാം എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ഇപ്പം കെ മധുവിനോടൊപ്പം ബാങ്കിങ് ഹൗസ് എന്ന് പടം ചെയ്ത് ഓരോ പടങ്ങളും ചെയ്യണമെന്നുണ്ട്. കാരണം അവരൊരു സിഗ്നേച്ചർ കിട്ടുക എന്നുള്ളത്. ഷാജി കൈലാസ് ഇത്രയും എന്ന് പറഞ്ഞാൽ കാലത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ പുള്ളി അത് ഏറ്റെടുക്കുകയാണ് ആ സിനിമ. പിന്നെ സ്ക്രിപ്റ്റ് നോക്കില്ല, ഇങ്ങനെ 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 അത് ഷോർട്ടായി, ഇവിടെ നോക്കുന്നു അവിടെ നോക്കുക. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് ഷാജി കൈലാസിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത്. കമ്മീഷണർ എന്ന് പറയുന്ന ചിത്രം, ആ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ ഡയലോഗ് അനുകരിച്ചാണ് ഞാൻ ഫീൽഡിൽ വന്നത്, മിമിക്രിയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിൽ അദ്ദേഹം ബാക്കിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. വളരെ ഇവരെയൊക്കെ നമ്മൾ ഭീകരന്മാരായിട്ടാണ് കണ്ടിട്ടില്ല, രൂപം കൊണ്ടും ചെയ്ത സിനിമകളൊക്കെ നമ്മൾ പേടിപ്പെടുത്തുന്നതാണ്. പക്ഷെ വളരെ കുട്ടികളുടെ മനസ്സുള്ള ആൾക്കാർ ഇവരൊക്കെ. ഇപ്പൊ കെ മധുവിനെ കണ്ടാലും നമ്മളൊരു ഭീകരനായിരിക്കും. കൊച്ചു തമാശകൾ ആസ്വദിക്കുന്നവരും കൊച്ചു കാര്യങ്ങളെ കുറിച്ച് പറയും. കാരണം ഈ മദിരാശി എന്ന് പറയുന്ന പടം ചെയ്യുമ്പോൾ ഷാജി കൈലാസ് സാറ് ഞാൻ പറഞ്ഞു, ഷാറെ ഒരു ഷോർട്ടും കൂടി ഇല്ല മോനെ, ഒരു കാര്യം ചെയ്യും, 7 മണിക്ക് നമുക്ക് പാക്കപ്പാണ്. അവിടെ ചെന്ന പണിയാരം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഇഡ്ഡലിയുണ്ട്. അതായത് 6 ഇഡ്ഡലി കിട്ടും, ചെറിയൊരു ഇഡ്ഡലി. അതിന്റെ ഇതൊക്കെയാണ് പറയുന്നത്. അതിൽ ചമ്മന്തി 6 ടൈപ്പാണ്. അത് മോൻ പോയി കഴിക്കും. 7 മണി കഴിഞ്ഞാൽ കിട്ടത്തില്ല, മോൻ പോയി കഴിക്കും. അതുകൊണ്ട് 6 മണിക്ക് പാക്കപ്പ് ചെയ്യണം. അത്രയ്ക്ക് വളരെ കെയർഫുള്ളായിട്ട് വാത്സല്യപൂർവ്വം ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഈ ഐസിലെത്തിയത്. പിന്നെ ഡയറക്ടർ ജയരാജ് സാറാണ് ആദ്യം എന്നെ നോട്ട് ചെയ്തത്. ശരിക്കും മിമിക്രിയിൽ നിന്ന് എന്നെ നോട്ട് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ ദ പീപ്പിളൊക്കെ തലേ ദിവസം വിളിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഓൾറെഡി TV പ്രോഗ്രാംസ് കമ്മിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ക്യാമൽ സഫാരി എന്ന് പറഞ്ഞ പടത്തിലാണെങ്കിലും 2-3 സീനുള്ളൂ. പക്ഷെ എനിക്ക് ദൈർഘ്യമല്ല, ആ സീനിന്റെ ഒരു ഡെപ്ത് എന്താണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ ഒറ്റ സീൻ ഉണ്ടാവുള്ളൂ. അതുപോലുള്ള ആൾക്കാരോടൊപ്പം ഇനിയും വർക്ക് ചെയ്യണം. അത് ഇന്ന സീൻ ഇന്ന ഹീറോ അങ്ങനെ ഒന്നിട്ട് ഏത് ക്യാരക്ടറാണ്. ന്യൂ ജനറേഷൻ സിനിമ, അതിനെക്കുറിച്ച് എന്താ ടെൻഷൻ? ആ ഒരു ടേം യൂസ് ചെയ്യുന്നില്ല, ന്യൂ ജനറേഷൻ സിനിമ, ഇത് ന്യൂ ജനറേഷൻ സിനിമയാണ്. പല ലാംഗ്വേജിന്റെ ചേഞ്ചസ് വരുന്നതും പലതും പല രീതിയിലും പച്ചക്ക് പറയുന്നതും, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. TV കാണുമ്പോൾ നമ്മുടെ ഒരു റിമോട്ട് ഉണ്ട്, അതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മാറിക്കോ, അടുത്ത ഇതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യും, ഇത് ഓഫ് ആവും. അത്രയല്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷക്കീലയുടെ സിനിമക്ക് ആളുണ്ടാവും, മഞ്ജു വാര്യരുടെ സിനിമക്ക് കാണാൻ ആളുണ്ടാവും. രണ്ടും 2 ഓഡിയൻസാണ്. മഞ്ജു വാര്യരുടെ സിനിമ കാണേണ്ട ഒരു ഷക്കീലയുടെ സിനിമ കണ്ടിട്ട് അതിനെ കുറ്റം പറയരുത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, വേറെ തിയേറ്റേഴ്സ് ഉണ്ട്. എന്തിനാ ഇവരെ കുറ്റം പറയുന്നത്? അത് ഒരുതരം നെഗറ്റിവിറ്റി മൈൻഡുള്ള ആൾക്കാരാണ്. കാരണം ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അത് വിട്ടുകൾ, അത് എനിക്ക് താല്പര്യമില്ല. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇന്ന ഭക്ഷണം ഗിരീഷ് കഴിക്കണമെന്ന് എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, അത് ഇഷ്ടമല്ലെങ്കിൽ ഗിരീഷ് കഴിക്കേണ്ട പുറത്ത് വേറെ ഹോട്ടലിൽ പോയി കഴിക്കും. അല്ലാണ്ട് അവിടെ പോയി അവൻ ഉണ്ടാക്കിയ ഭക്ഷണം തെറ്റാണെന്ന് പറയാം, അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല. ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങുക. ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാൻ ബാബു ജനാർദ്ദൻ്റെ ഗോഡ് ഫോർ സെയിൽ, അതൊരു ഫാദറിൻ്റെ ക്യാരക്ടർ ചെയ്തു, അതിനെക്കുറിച്ച് പറയാം. ഈ ബാബു ജനാർദ്ദൻ ഇതുപോലെ തന്നെ ഒരു രഞ്ജിയേട്ടൻ്റെ ഒരു വേറൊരു വേർഷനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ വാസ്തവം എന്ന് പറയുന്ന പടം, അതിലാണ് ഞാൻ കൂടുതൽ അട്രാക്റ്റ് ആയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടി പൃഥ്വിരാജിന്. അപ്പം അദ്ദേഹത്തിൻ്റെ മൊഴികൾ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. എനിക്കതിലൊരു വളരെ ഉത്തരവാദിത്തമുള്ള റോളാണ് കിട്ടിയത്. ഒരു ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു 70-75 ഏജുള്ള ഒരാൾ, സാധാരണ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഒരു അച്ഛനും ആയിരിക്കരുത്. അത് വേറൊരു അച്ഛനാണ്. അത് ഇപ്പോൾ ജനങ്ങളുടെ ഒരു വലിയൊരു ഇപ്പൊ TV വരുമ്പോൾ നോക്കിയോ നല്ല അഭിപ്രായമായിരിക്കും പടത്തിൽ. തിയേറ്ററിൽ വലിയൊരു ആരവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റോളാണത്. എന്നിലൊരു ആക്ടറിൻ്റെ ഒരു അങ്ങേയറ്റം പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. കാരണം എൻ്റെ ഏജിൻ്റെ ഡബിൾ ഏജുള്ള ഒരാളെ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു എൻ്റെ ഒരു കപ്പാസിറ്റി എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ വോയിസ് മോഡുലേഷനും അതിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം എനിക്ക് അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊരു ഭാഗ്യം തന്നെ. ഇപ്പോൾ ടിനി ചേട്ടൻ്റെ അടുത്ത പ്രൊജക്ട്സ് ടിനി ചേട്ടൻ പറയില്ലേ, ഹീറോ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന ആ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നായകൻ റോള് അന്വേഷിച്ച് നടന്നതല്ല, എന്നെ തേടി വന്നതാണ്. അതിലൊരു 35 എണ്ണം
വന്നതിൽ ആണ് ഈ 5 സെലക്ട് ചെയ്തത്. വേണ്ട, എനിക്ക് തന്നെ പേടിയാണ് ഇത് എടുക്കാൻ. പലരും പറയും എടുത്ത് ചാടണ്ട, പക്ഷെ ഇത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ നിൽക്കുന്ന ഇപ്പോൾ ഹൗസ്ഫുൾ വന്നപ്പോൾ തന്നെ ഇത് എന്നിൽ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. നായകൻ എന്ന് പറയുമ്പോൾ അമാനുഷികമായ ശക്തി വേണം, സൂപ്പർ നാച്ചുറൽ പവർ വേണം. ഇതിലെ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പോലീസുകാരൻ. അതങ്ങോട്ട് ബിഹേവ് ചെയ്ത് പോകുന്നു ഹൗസ്ഫുള്ള്. പിന്നീട് പൊട്ടാസ് ബൂം എന്ന് പറഞ്ഞ പടം, അതിൽ ആക്സിഡൻ്റലി ഒരു പോലീസ് ഓഫീസർ ആവേണ്ടി വന്നതാണ്. അത് കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തൊരു പോലീസുകാരനാവേണ്ട ഒരു അവസ്ഥയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു സാധാരണ ഒരു ടൗണിൽ ഒരു മെട്രോ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു IT എഞ്ചിനീയർ എങ്ങനെയായിരിക്കും, അതിൽ കനികയാണ് ഹീറോയിൻ. എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം നായികമാരും നല്ല നായികമാരെ കിട്ടിയത്. അങ്ങനെ ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പിന്നെ നാട്ടിറങ്ങുന്ന പറഞ്ഞൊരു പടം ചെയ്തു, അതൊരു ആത്മഹത്യക്കെതിരെ മെസ്സേജ് കൊടുക്കുന്നതാണ്. പിന്നെ കളർ ബലൂൺ, അത് വളരെ വലിയൊരു മെസ്സേജ് നൽകുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സ്ഥിതിക്ക് ആവശ്യമുള്ള, കേരളത്തിന് ആവശ്യമുള്ള ചിത്രമാണ്. രോഗങ്ങൾ കാരണം ആരും അവഗണിക്കപ്പെടരുത്, അതാണ് എൻ്റെ ഒരു തീം എന്നുള്ളത്. ഒരു സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നൊരു സബ്ജക്റ്റാണ്, അതിനെതിരെ പോരാടുന്ന ഒരു അധ്യാപകനാണ്. പിന്നെ സലാല മൊബൈൽസ്, ദുൽഖർ സൽമാൻ്റെ ഒപ്പം ആണ് അത് അഭിനയിച്ചത്. അത് പുതിയ ആൾക്കാരാണ് അതിൻ്റെ ക്രിയേറ്റേഴ്സ്. അതൊരു ഡിഫറെൻറ്റ് റോളാണ്. ഇപ്പോൾ ലാൽ ജോസിനോടൊപ്പം ദിലീപേട്ടനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അത് 7 സുന്ദര രാത്രികൾ. അപ്പം ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ വർഷം കൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ചായിട്ടിൽ ഒരു നല്ലൊരു കോമിക് സീൻ ഉണ്ട്. നമ്മൾ സിദ്ദിഖേട്ടനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഒരു കൺവെർസേഷൻ, അതൊന്ന് റീകോൾ ചെയ്യാം. അത് ശരിക്കും ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലൊക്കേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് മാറ്റിയിട്ട് രഞ്ജിയേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പം അത് വേറൊരാളായിട്ട് ഒരു അനോണിമസ് ആൾ വിളിക്കുന്നതായിട്ടാണ് അതിൻ്റെ അത്. അതായത് ഹലോ മുഖമൊക്കെ മാറ്റുമ്പോൾ മാറുമെന്നാണ് വിചാരം. അതാണ് അതിൻ്റെ ഇത്. ഹലോ ജോസ് ഡോക്ടറല്ലേ? അപ്പം അവിടെ നിന്ന് എന്താ നിങ്ങളുടെ ഭാര്യനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രാഞ്ചിയുടെ വീട്ടിലേക്ക് പോകണുണ്ടല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അപ്പോത്തെ പോയത്. അത് ആ സമയത്ത് ഉണ്ടായ ഡയലോഗാണ്. അപ്പം ഈ സിദ്ദിഖയുടെ കട്ട്സ് പിന്നെയാണ് എടുക്കേണ്ടത്. അപ്പം ഇതിങ്ങനെ ആയിരിക്കണം പറയേണ്ടതെന്ന് പുള്ളിയോട് തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരികയും അത് എവിടെ നിന്നോ കിട്ടിയ ഒരു മൊഴിയാണത്. ഡയറക്ടർ പറയാം, അത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റി. അത് വലിയൊരു ഹിറ്റായി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്ലിപ്പിംഗ്സിലൊക്കെ വന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിൽ ഇതുപോലൊരു സംഭവം വന്നു. അതായത് ഞാനും രാജും കൂടി വന്ന് ഇറങ്ങുന്നു, ഒരു സ്ഥലം കാണുന്നുണ്ട്, രേവതിയുടെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്ന് ഇറങ്ങുമ്പോൾ പുള്ളി കൂളിംഗ് ഗ്ലാസ്, രാജു ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട, ഫിലിം സ്റ്റാർ മമ്മൂട്ടിക്കൊക്കെ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കിയ സാധനം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കടാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മമ്മൂക്കനെ വിളിച്ച് ചോദിച്ചു, രഞ്ജിത്ത് സാറ് അത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം അത്രയും മതി, അതിൽ കൂടെ കൂട്ടൊന്നും വേണ്ട, അത്ര അവിടെ വരെ പോയിക്കോട്ടെ കുറച്ച്. പക്ഷെ അതിന് കൈ ജനങ്ങളെടുത്ത്. അപ്പം അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമുക്ക് പറഞ്ഞത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. മലയാളത്തിലെ ടിനി ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ? ആദ്യം പറയുന്നത് എല്ലാവരും മമ്മൂട്ടി മോഹൻലാലും. 2 ടെക്സ്റ്റ് ബുക്കാണ് അവര്. എനിക്കൊന്ന് ഭരത് ഗോപി. അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടി കഥകളുണ്ടായി, ആ രൂപത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവര് വെട്ടിപ്പിടിക്കുകയാണ്, സൗന്ദര്യം കൊണ്ടല്ല, അഭിനയത്തിന്റെ ഒരു ഇതാണ്. പിന്നെ ബാലചന്ദ്ര മേനോൻ, എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു കമലഹാസനാണ് അദ്ദേഹം. ഗോസിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നെ കുറിച്ചൊക്കെ? ഗോസിപ്പ് പറഞ്ഞ ആര് കേൾക്കാൻ ശ്രദ്ധിക്കണം, എന്ത് കാര്യം? അല്ല, ഗോസിപ്പ് വന്നാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. അത് ഏത് വീട്ടിലും പ്രശ്നം, ഏത് വീട്ടിലും അത് പ്രശ്നം ഉണ്ടാവൂലേ. ഞങ്ങൾ വീട്ടിൽ തമ്മിൽ ഗോസിപ്പ് ഉണ്ടാക്കുന്നല്ലാതെ ഫിലിമിലൊന്നും എന്നെ കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കുകയില്ല. ആൾക്കാർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ കുറിച്ചൊക്കെ എന്ത് ഗോസിപ്പ് ഉണ്ടായിരുന്നു? ഇനി പ്രേക്ഷകരോട് ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഈ സ്ക്രീനിൽ സ്ഥിര സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ മുന്നിൽ എത്താറുണ്ട്. അവരുടെ അടുത്ത് വിട പറയാനുമില്ല, കാരണം വിട പറയുന്നത് താൽക്കാലികമാണ്. ഞാൻ ഇനി സിനിമയായിട്ടും അല്ലെങ്കിൽ ഇനി സ്ക്രീനിലെ ജഡ്ജായിട്ടും അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഇനി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിക്കപ്പെടേണ്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ നിങ്ങളൊരു പ്രാർത്ഥനയാണ്, ഒരു പ്രയറാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അവരൊരു നിമിഷം നമ്മളെ കുറിച്ചിട്ട് അവൻ നന്നായി പോട്ടെ അല്ലെങ്കിൽ അവൻ അനുഗ്രഹിക്കട്ടെ, ആ ഒരു പ്രാർത്ഥന മാത്രം ഈ ശ്വാസം നിൽക്കുന്നത് വരെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കും.